അത് മാത്രം. എന്റെയും എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. രാജുവിന്റെ കയ്യിലൊരു ഡയറി ആണോ? പിന്നെന്താ, ഈ വർഷത്തെ പുതിയ ഡയറി എന്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. പിള്ളേരെ വിളിച്ചായിരുന്നാ? മോളെ ഋതു, രാജു. വരുന്നമ്മേ. ഗൾഫുകാരിയെ വിളിച്ചില്ലേ, കൊച്ചമ്മണി ബീവിയെ? ആദ്യമേ മുറിയിൽ പോയി ക്ഷണിച്ചിട്ടുണ്ട്. ഈന്തപ്പഴം, ബദാം, പിസ്ത ഇങ്ങനെ തുടങ്ങിയതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോഴേ അകത്തിരുന്ന് തിന്നുകൊണ്ടിരിക്കുക. ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. അതെ വേണുവേട്ടാ, ആ നായസ്ഥനെ ഇവിടെ നിന്ന് ഓടിക്കാൻ എന്താ ഒരു വഴി? ഒരു രക്ഷയില്ലടി, പരമശിവന്റെ കഴുത്തി ചുറ്റിയ പാമ്പ് പോലെയാ, ഇതൊരിക്കലും പോവില്ല. എന്താ ഒരു തമാശ? ഞങ്ങളോട് കേക്കട്ടെ, ഞങ്ങൾക്കും ചിരിക്കാലോ. എന്താ? അറേബ്യൻ സുന്ദരി കൊച്ചമ്മണിയെ കുറിച്ച് പറഞ്ഞതാ. ഏതോ ഒരു വസൂരിയുടെ സ്റ്റാഫാണെന്നല്ലേ പറഞ്ഞത്? വസൂരി അല്ല വേണുവേട്ടാ, മൻസൂരി. ഓ അല്ല, ആരാ എന്റെ മൻസൂരിക്കായെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത്? ആരാ? ദാടാ, ഇക്കാന്ന് വിളിക്കാനുള്ള അധികാരമൊക്കെ അങ്ങേരെ എനിക്കേ തന്നിട്ടുള്ളു കേട്ടോ. ഞാനേ ഒരു ദിവസം സ്നേഹം മൂത്ത് അങ്ങേരെ അറബാ പണ്ണാന്നൊന്ന് വിളിച്ചു പോയി. ഓ, അങ്ങേരും അങ്ങേരുടെ ബീവിയും കൂടി എന്നെ മരുഭൂമിയിലിട്ട് മൂടിയില്ലെന്നേ ഉള്ളു. അതെന്താ? അറബിയിൽ അണ്ണാന്ന് വിളിച്ചാലേ മുഴുത്ത ചീത്തയാ. എന്താ കഴിക്കേ? നിങ്ങൾ വന്നത് പ്രമാണിച്ച് കോഴിക്കറിയും ചപ്പാത്തി. ഇൻഷാ അല്ലാ യാ റബൂൽ. എന്റെ ഫുഡിന്റെ രീതിയൊക്കെ മാറി. പണ്ട് ഞാൻ ഉണക്ക വരാല് വരട്ടിയതും ചീഞ്ഞ അയലയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതൊന്നും കഴിക്കത്തില്ല. അത് രാവിലെ ഒട്ടകപ്പാലിൽ മുക്കി 4 ലെബനീസ് ബ്രെഡ്. എന്ത് ബ്രെഡ്? ലെബനീസ് ബ്രെഡ്. ഒരെണ്ണം ഏതാണ്ട് ഒരു തടുക്ക് പാ പോലെ ഇരിക്കും. പിന്നെ കുബൂസും. ഒട്ടകത്തിന്റെ പാലിനൊക്കെ ഞങ്ങൾ എവിടെ പോവാനാ? രാജസ്ഥാനിൽ പോയാ കഴുതപ്പാല് കിട്ടും. റബ്ബറിന്റെ പാലേ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതെ, അതെന്റെ പൊന്നുമോൻ അങ്ങ് കുടിച്ചാ മതി. തൽക്കാലം ഞാൻ എരുമപ്പാല് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ശരി. ഉച്ചയ്ക്ക് മൻസഫ്, പിന്നെ കഫ്സ, ഷവർമ, യമൻ മന്തി, മഗ്ലബ ഇതൊക്കെ വേണം. അല്ല, ഇതൊക്കെ എവിടെ കിട്ടും? അയ്യോ, ഇതൊക്കെ ഈ കേരളത്തിൽ കിട്ടും. കേരളം ഇപ്പൊ ഒരു ഗൾഫ് പോലെയാ. അല്ല, നിങ്ങളെ ഇതൊക്കെ തന്ന് സംരക്ഷിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ ആരാ? നിങ്ങളെ പോറ്റിക്കോളാന്നേറ്റ പോറ്റിയൊന്നുമല്ലല്ലോ ഞാൻ. വേണമെങ്കിൽ ദേ ഇതൊക്കെ എടുത്ത് കഴിച്ചോ. ഇതല്ലാതെ വേറെ ഐറ്റംസ് ഒന്നുമില്ല. വല്യമ്മേ, യമൻ മന്തിയൊക്കെ നമുക്ക് വല്ലപ്പോഴും വരുത്താം. വല്യമ്മ ഇപ്പൊ ഇത് കഴിക്കേ. ഈ ഉണക്ക ചപ്പാത്തിയും ഞാർവാലി കോഴിയുടെ 3 കഷ്ണവും തിന്നാ എനിക്കൊന്നും ആവത്തില്ല. ഇനിയിപ്പം തൽക്കാലം എന്തായാലും കഴിക്കാം. ബാക്കിയൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചോളാം. ഓർഡർ ചെയ്ത് വരുത്താനൊക്കെ അമ്മ പഠിച്ചോ? പിന്നെ പൂത്ത കാശല്ലേ ഇവരുടെ കയ്യില്. എന്താ വല്യമ്മേ? ഞാനൊരു കാര്യം ഓർത്ത് ചിരിച്ചു പോയത്. ഒരു വ്യാഴാഴ്ച രാത്രിയില് ഞങ്ങൾ എല്ലാരും കൂടെ ഒത്തുകൂടി. അതായത് ഞാനും മൻസൂരിയും ബീബിമാരും. ഞങ്ങൾ എല്ലാരും കൂടെ കുബൂസും ഒട്ടകം വരട്ടിയതും കൂടെ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കാതടപ്പിക്കുന്ന ഒരു ശബ്ദം. നോക്കിയപ്പോ എന്താ, ഒരു വിമാനം ദിക്ക് തെറ്റി പാളി ഞങ്ങളുടെ തലയ്ക്ക് മേലേ വരുന്നു. യോ,
മണ്ണിനടിയിലേക്ക് താന്നോളാൻ മൻസൂരിക്ക് അലറി പറഞ്ഞു. ഒരു നിമിഷം കൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഞണ്ടുകളെ പോലെ മണ്ണിനടിയിലേക്ക് ഊന്നിറങ്ങി. ഓ എന്റെ പൊന്നു ജയന്റെ അമ്മേ, ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴെങ്കിലും ഈ മാതിരി യമണ്ട തള്ളല്ലേ. ആഹാരം നിർബന്ധലേ കയറും. ഇറങ്ങ. ചെറിയമ്മേ, ഋതുമോളെ, അങ്ങനെ ഇന്നലെ രാധമ്മ സ്വന്തം വീടിന്റെ പാല് കാച്ചൽ നടത്തിയില്ലേ? ആ വീടിനോടൊരു സെന്റിമെന്റ്സ് ഉണ്ട്. അത് പിന്നെ ഇല്ലാതിരിക്കും മോളെ. ആ വീട്ടിലല്ലേ പ്രിയയും രാജുവും ശ്രീലക്ഷ്മിയും ഓടിക്കളിച്ചു വളർന്നത്. അത് മാത്രമല്ല ചെറിയമ്മ, ചവിട്ടി ഇറക്കിയ വീട്ടിലേക്ക് തിരികെ കയറണമെന്നുള്ള വാശിയില്ലേ. എല്ലാവരും മനുഷ്യരല്ലേ. അതൊക്കെ ശരിയാവും മോളെ. പക്ഷേ ഇനി അതൊന്നും മനസ്സിൽ വെക്കണ്ട. രുക്മിണി ഇപ്പോ അംബിക മേഡത്തിന്റെ തോഴിയാ. എന്നുവെച്ചാ എന്തൊക്കെ ഉണ്ടായാലും ശ്രീലക്ഷ്മി നമ്മുടെ കുട്ടിയാ, രാജുവിന്റെ പെങ്ങളുവാ. അത് അവളും കൂടി തിരിച്ചറിയണ്ടേ മാഡം? അവള് തിരിച്ചറിയുന്ന കാലം വരും രാജു. രുക്മിണി ആരാണെന്ന് ശ്രീലക്ഷ്മി മനസ്സിലാക്കുന്ന ഒരു ദിവസം അത്ര വിദൂരമൊന്നുമല്ല. ചേർന്ന് നിൽക്കുന്നത് കടി കിട്ടുന്ന വിഷപ്പാമ്പിന്റെ അടുത്താന്ന് തോന്നുമ്പോ ശ്രീ തിരിച്ചു വരും. അന്ന് ഈ ചെയ്തതിനൊക്കെ അവള് കരഞ്ഞു തീർക്കുകയും ചെയ്യും. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു പരാതിയുണ്ട്. എന്താ ചെറിയമ്മേ? രാജു പ്രതാപേട്ടന്റെ മരുമകനാ, സൂര്യമംഗലത്തിന്റെ അനന്തരാവകാശി കൂടിയാ. അപ്പോ രാജുവിന്റെ കുടുംബം താമസിക്കേണ്ടത് അങ്ങനൊരു വീട്ടിലല്ലല്ലോ. എന്ത് ചെയ്യാം, അവനവന്റെ മുതല് പോലും ഔദാര്യമാണെന്ന് കരുതുന്ന ഈ മഹാ ആദർശവാനോട് ഞാൻ എന്തു പറയാനാ? ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ താവഴിപ്പെട്ടവരാണെന്നുള്ള തോന്നലാ വേണുവേട്ടനും വേണുവേട്ടന്റെ ഈ പൊന്നും മോനും. നീ എങ്ങനെ മോളെ ഈ മുരടനെ പ്രേമിച്ചേ? പ്രേമിച്ചെന്നോ? ചെറുപ്പത്തിലെ കൂടെ കൂടി ക്ലാസ് എടുത്ത് ഞാനീ മുരടനെ പ്രേമം പഠിപ്പിക്കായിരുന്നു. ഹോ, എന്ത് പാടുവിട്ടെന്നറിയോ? ചെറുമേ, അപ്പു വിളിച്ചോ? അവള് വിളിച്ചിരുന്നു, വിശേഷമൊന്നുമില്ല. അച്ഛനെവിടെ? പ്രതാപേട്ടനകത്തുണ്ട്. എങ്ങോട്ട് പോവാൻ റെഡിയാവുക? അച്ഛൻ കുളിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ആ കാര്യം ചെയ്യണം.